നാളെ കഴിഞ്ഞ് സംസ്ഥാനത്ത് ജനവിധി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നീളുന്ന 7 ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഈ 7 ജില്ലകൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം അങ്ങേയറ്റം നിർണായകമാണ്. മധ്യകേരളം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങളിൽ ഒന്നാണ്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇത്തവണ മധ്യകേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുക എന്ന ചോദ്യം കൂടി നമുക്ക് ഉയരുന്നുണ്ട്. നമുക്ക് അതുകൂടി പരിശോധിച്ച് വരാം. എന്തൊക്കെയാണ് മധ്യകേരളത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾ, ആ ഘടകങ്ങൾ എത്ര കണ്ട് ജനങ്ങളെ നിർണായകമാണ് എന്ന ഘടകം കൂടി നമുക്ക് പരിശോധിക്കാം. എന്തായാലും മധ്യകേരളത്തിലെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തവണ ഏറ്റവും നിർണായകമാവുക എറണാകുളം കോർപ്പറേഷനാണ്. അത് UDF തിരികെ പിടിക്കുമോ എന്ന ചോദ്യമുയരുന്നു. നഗരഭരണത്തിനെതിരായ വിധിയെഴുത്ത് അവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ടാകുന്നു. BJP എറണാകുളത്ത് ഒരു സ്വാധീന ശക്തിയാണോ എന്ന പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ട്. ജില്ലാ പഞ്ചായത്ത് എങ്ങനെ തിരികെ പിടിക്കാൻ UDFന് കഴിയും? ഇക്കുറിയും വിമതർ അവിടെ UDFന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നതാണ് കോർപ്പറേഷൻ്റെ സാഹചര്യം. അതെങ്ങനെ മറികടക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ UDFൻ്റെ ആധിപത്യമുണ്ട്, അത് അവർക്ക് നിലനിർത്താൻ കഴിയുമോ? ഒപ്പം എറണാകുളം കോർപ്പറേഷൻ UDF തിരികെ പിടിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പൊതുവിലുണ്ടാവുന്നത്. എന്തായാലും ഈ വിധിയെഴുത്ത് എത്ര കണ്ട് നിർണായകമാണ് എന്നുകൂടി നമുക്ക് പരിശോധിച്ച് വരാം. എന്തായാലും മധ്യ തിരുവിതാംകൂറിൻ്റെ ഈ രാഷ്ട്രീയം പറയുമ്പോൾ സ്വാധീന ഘടകങ്ങളിൽ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. കേരള കോൺഗ്രസിൻ്റെ ഘടകം പറഞ്ഞു, മധ്യ തിരുവിതാംകൂർ BJP നടത്താൻ പോകുന്ന നീക്കങ്ങൾ പറഞ്ഞതാണ്. ഒരു കാര്യം ഉറപ്പാണ്, എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. അതായത് വലിയ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ ഉൾപ്പെടുന്ന, കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുന്ന ജില്ലയാണ്. അവിടെ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളിൽ മറ്റു പലതുകൂടിയുണ്ട്. അത് 2020 പോലെയുള്ള ചില നവ പാർട്ടികളുടെ സ്വാധീനമുണ്ട്. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവർ അവരുടെ പ്രധാന പോക്കറ്റുകളെ നിന്ന് മാറി മറ്റ് ചില ഇടങ്ങളിലേക്ക് കൂടി ഫോക്കസ് പോവുകയാണ്. എറണാകുളം കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിലേക്ക് അവരുടെ സ്വാധീന ശക്തി വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് എറണാകുളം പറയാൻ പോകുന്ന രാഷ്ട്രീയം, എറണാകുളത്തിൻ്റെ സാഹചര്യം കൂടി പരിശോധിക്കാം. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, വീണ്ടും സ്വാഗതം. ഡാനി, നമുക്ക് പറയുമ്പോൾ എറണാകുളം നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എറണാകുളത്ത് UDFൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം സംസ്ഥാന ഭരണത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട് എന്ന UDFൻ്റെ അവകാശവാദം ശരിയെന്ന് തെളിയിക്കണമെങ്കിൽ അത് എറണാകുളത്ത് പ്രകടമാണ്. ജില്ലാ പഞ്ചായത്തിൽ വേണം, കോർപ്പറേഷനിൽ വേണം, ആ ജില്ല ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകെ തന്നെ അതുണ്ടാവണം. കാരണം എറണാകുളം UDFൻ്റെ ഏറ്റവും ശക്തിയുമായ ഒരു ഇടമാണ്. അപ്പോൾ അതൊരു പ്രകടമാവുന്ന ഇടമാണോ? കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമൊക്കെ നമ്മൾ പരാമർശിച്ച് പോയി കഴിഞ്ഞു. അപ്പോൾ എറണാകുളം എത്ര കണ്ട് UDFന് സേഫാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? സജിത്ത്, എറണാകുളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മണ്ഡലം, അതായത് എറണാകുളം ജില്ല മുഴുവനായിട്ട് എടുത്താൽ പോലും ഇത് പലപ്പോഴും തന്നെ ഏത് കാറ്റിലും ഉലയാതെ UDFനൊപ്പം നിൽക്കുന്നു എന്ന ഒരു വിലയിരുത്തലുള്ളൊരു സ്ഥലമാണ്. കാരണം അതിന് എല്ലാ തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകൾ എടുത്ത് പരിശോധിച്ചാലും പലപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഭൂരിപക്ഷം സമയങ്ങളിലും ഇതങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ 82 ഗ്രാമ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്നത് UDF സംവിധാനങ്ങൾ തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ്. നഗരസഭകളിൽ ഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്നതും UDF തന്നെയാണ്. കോർപ്പറേഷൻ പലതവണ മറിയുന്നു എന്ന ഒരു സാഹചര്യം മാത്രമാണ് പലപ്പോഴും അനുകൂലമായിട്ടുള്ള, ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് ഒരു ചൂണ്ടുപലകയായി പലപ്പോഴും കാണിക്കാൻ കഴിയുന്നത് അത് മാത്രമാണ്. നഗരസഭ, കൊച്ചി കോർപ്പറേഷൻ പലപ്പോഴും ഇടതുമുന്നണിക്ക് ചേർത്ത് നിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പലതവണയും കഴിഞ്ഞിട്ടുണ്ട്. ചില തവണ മാത്രമാണ് ഈ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിലും നമ്മൾ പറയുന്ന പോലെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത്. ഒടുവിൽ സ്വന്തം വിമതന്മാരാൽ ചതിക്കപ്പെടുകയായിരുന്നു UDF. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശോക്തിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രീതിയിൽ പലപ്പോഴും UDFനൊപ്പം ചേർന്ന് പോയിട്ടുള്ള ഒരു ഇടം തന്നെയാണ്. അപ്പോൾ ഇത്തവണ അതിൽ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത് കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഭരണം പിടിച്ചടക്കിയാലും കൊച്ചി കോർപ്പറേഷൻ ആരുടെ കൂടെ നിൽക്കുന്നു എന്നത് ആ ഒരു ചോദ്യമാണ്. കാരണം ഇത് ഈ അറബിക്കടലിൻ്റെ റാണി ആരാണ് എന്ന ചോദ്യമെല്ലാം തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷൻ അവശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്ലാമർ പോരാട്ടമാണ്. കോർപ്പറേഷൻ ഭരണം ആർക്കൊപ്പമാണ് എന്നത് അത് ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന രീതിയിൽ വളരെ നേരത്തെ തന്നെയാണ് UDF പ്രവർത്തനം തുടങ്ങിയത്. കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങി ഒരു വിമതന്മാർ പോലും ഉണ്ടാകില്ല എന്ന്
ആവർത്തിച്ച ആത്മവിശ്വാസത്തോടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രഖ്യാപിച്ചത് നമ്മളോട് തന്നെയാണ്. കൗൺസിലിംഗ് അടക്കം നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ അമ്പെ പരാജയപ്പെട്ടു ആ സംവിധാനം. 13 പേരാണ് ഉണ്ടായിരിക്കുന്നത്. അത് സിറ്റിംഗ് കൗൺസിലർമാർ ഉൾപ്പെടെ മത്സര രംഗത്തേക്ക് വരുന്നത് തന്നെയാണ് UDFന് അലോസരപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതും ഈ കണക്കിൽ തന്നെയാണ്. അത് ഇപ്പോൾ ഭരണ നേട്ടമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന പദ്ധതികൾ പലതുണ്ടെങ്കിൽ പോലും, കാരണം അതിൻ്റെ ഒരു പിതൃത്വം പലരാൽ അവകാശപ്പെടുന്ന സ്ഥിതിയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൻ്റെ ഫണ്ട് അടക്കം കൊണ്ട് BJP പറയുന്നു തങ്ങളുടേതാണെന്ന് പറയുന്നു. തങ്ങളുടെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് UDF അവകാശപ്പെടുന്നു. എന്നാൽ തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, അത് പൂർത്തീകരിക്കാൻ കഴിയണം, ഞങ്ങളാണത് പൂർത്തീകരിച്ചെന്ന് ഇടതുമുന്നണിയും പറയുന്ന ഒരവസ്ഥയെല്ലാം തന്നെയുണ്ട്. അത് എന്ത് തന്നെയായാലും ഇപ്പോഴുള്ള ഒരു കണക്കുകളിൽ ഈ വലിയ വികസന പദ്ധതികൾ എന്നതിനേക്കാളും അപ്പുറം ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിമതർ ഏത് രീതിയിൽ തലവേദനകൾ സൃഷ്ടിക്കുന്നു എന്നത് വലിയ വിഷയം തന്നെയാണ്. പല സ്ഥാനാർത്ഥികൾക്കും, പ്രമുഖ സ്ഥാനാർത്ഥികൾക്കടക്കം ആ വിമത സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പലരുടെയും ഇതുപോലുള്ള റിബൽ കാൻഡിഡേറ്റുകൾ UDFനകത്ത് നിന്ന് തന്നെ, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് വോട്ട് മറിക്കുന്ന സ്ഥിതി വരികയാണെങ്കിൽ ഈ സമവാക്യങ്ങളെല്ലാം തന്നെ തെറ്റും. ഒപ്പം 2020യുടെ കടന്നുവരവുണ്ടായി. 76 വാർഡുകളിലായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം, പകുതിയിലധികം വാർഡുകളിലും 2020 മത്സരിക്കുന്നു എന്നതാണ്. ഇത് ആരുടെ വോട്ട് കൊണ്ടുപോകുമെന്നതാണ് കണക്കുകൂട്ടൽ. LDF അതിൽ വലിയ രീതിയിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ആ വോട്ടുകൾ കോൺഗ്രസിൻ്റേതാകുമെന്നതാണ്. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പുകളിലുമുള്ളത്. ഏതാണ്ട് അത് ശരി തന്നെയാണ്. കാരണം അത് കൊണ്ടുപോകുന്ന വോട്ടുകൾ ഒരുപക്ഷെ അത് UDFൻ്റെ ആകാനുള്ള വലിയൊരു സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. BJPയും വലിയ കണക്കുകൂട്ടലും പ്രതീക്ഷകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ BJP അവസാന ലാപ്പിൽ ഒന്ന് കിതച്ചോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് ശരി തന്നെയാണ്. കാരണം സ്വന്തം പാളയത്തിൽ തന്നെ റിബൽ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് BJP മാറിയിട്ടുണ്ട്. ഒപ്പം മുഴുവൻ സീറ്റുകളിലേക്കും NDAക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഒരു വലിയ മുന്നണി സംവിധാനമുള്ളൊരു ഇടത്ത് NDAക്ക് കൊച്ചി കോർപ്പറേഷനിൽ 76 സീറ്റുകളിൽ പല സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് അത് BDJSന് നൽകിയതാണ്, BDJSന് കണ്ടെത്താൻ കഴിയാതിരുന്നതാണ്. പക്ഷേ വരുമ്പോൾ NDAക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ അതിനകത്തും ചില പാകപ്പിഴകൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വികസന പദ്ധതികൾ അതിൻ്റെ ഒരു എണ്ണം എടുത്തുകൊണ്ട് അത് വോട്ട് നോക്കി കടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയ സാധ്യതകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി വരികയും എല്ലാം തന്നെ ചെയ്യാം. പക്ഷേ അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് തങ്ങൾക്ക് സാധിക്കും. അതിനുള്ളത് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ UDF ക്യാമ്പുകൾക്കെല്ലാം തന്നെയുണ്ട്. അത് സർക്കാരിനോടുണ്ട് എന്ന് അവർ പറയുന്നു. ഒപ്പം കൊച്ചിൻ കോർപ്പറേഷൻ ഭരണ സംവിധാനങ്ങളോടുണ്ട് എന്ന് പറയുന്നു. അതിന് ചൂണ്ടിക്കാണിക്കുന്നത് വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്ന ഒരിടമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഭരണത്തെ കാണിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു എഞ്ചിനീയർ തന്നെ ഇതിൽ പിടികൂടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ വിജിലൻസ് പിടിച്ച ഒരു സന്ദർഭം എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ പലരുടെയും ഒത്താശയോടുകൂടിയാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. വലിയ അഴിമതികളുടെ ഒരിടമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നഗരസഭാ ഭരണം അത്ര കണ്ട് സുതാര്യമല്ല എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ ഇതിലുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പകുതി എന്ന രീതിയിൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. കാരണം ഇതിൽ വ്യക്തി കേന്ദ്രീകൃതമായാണ് പല വോട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ നീങ്ങുന്നത്. കൂടുതൽ മികച്ച സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് UDFന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും സീറ്റ് നൽകാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ വിമതരായിട്ട് പലരും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതിൻ്റെ ഒരു ഗുണം, തങ്ങളൊരു ന്യൂട്രൽ എന്ന രീതിയിലെല്ലാം പോകുന്നതിൻ്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു ആത്മവിശ്വാസം കൊണ്ടുകൊണ്ട് UDFും കോൺഗ്രസും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. അത് എത്ര കണ്ട് എന്നത് അറിയാനായിട്ട് ഇനി ദിവസങ്ങളുടെ ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ ഇടത് വലത് മുന്നണി ക്യാമ്പുകളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. BJPക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം കൊച്ചി കോർപ്പറേഷനിലും അവർ നിലനിർത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും അവസാന മണിക്കൂറുകളുടെ ഒരു പോരാട്ടത്തിലേക്കാണ് കടക്കുന്നത്. സജിത്ത്, ശരി. എന്തായാലും എറണാകുളം പറയാൻ പോകുന്ന രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. മധ്യ തിരുവിതാംകൂറിൽ നമ്മൾ ഈ ആദ്യത്തെ 7 ജില്ലകളിൽ സുപ്രധാനമായ ഇടമാണ്. മാറുന്ന രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിൻ്റെ സൂചന എറണാകുളത്തായിരിക്കും ഏറ്റവും അധികം പ്രകടമാവുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ നന്ദി ഡാനി, സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വലിയ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം.